ഹായ് അൻഷാദ്, സുഖാണോ? ഓക്കെ ആണ്. കുഴപ്പമില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഞാൻ, ഉമ്മ ഉണ്ട്, വാപ്പ ഉണ്ട്, പിന്നെ രണ്ട് സഹോദരങ്ങളുണ്ട്, അവരുടെ വൈഫുണ്ട്, അവരുടെ മക്കളുണ്ട്. ഓക്കെ ഓക്കെ. സ്ഥലമൊക്കെ എവിടെയാണ്? ഞാൻ ട്രിവാൻഡ്രം വെമ്പായം എന്ന് പറയും. ട്രിവാൻഡ്രത്താണ് അല്ലെ. അൻഷാദ് അവോധയിൽ ഏതൊരു കോഴ്സായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഓട്ടോകാഡ് റെവിറ്റ് 3D മാക്സ്. ഓട്ടോക്കാഡ് 3D Max അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു കോഴ്സ് ഒക്കെ? കോഴ്സ് ഒക്കെ ഓക്കെ ആയിരുന്നു, നല്ല കോഴ്സ് ആയിരുന്നു അത്. പറയുന്ന റെക്കോർഡ് ക്ലാസ് ആയിരുന്നു, എന്നാലും എല്ലാം നല്ല രീതിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നെ മെന്റേഴ്സ് ഒക്കെ നല്ലതായിരുന്നു. നമ്മളിപ്പോ ഡൗട്ട് ചോദിച്ചാലും ഇപ്പൊ ഒരു ടൈമിൽ ഡൗട്ട് ചോദിക്കുമ്പോൾ കറക്റ്റ് ക്ലിയർ ആയി വരുന്നുണ്ട്. ഓക്കെ ആയിരുന്നു, കോഴ്സ് ഒക്കെ ഓക്കെ ആയിരുന്നു. ഓക്കെ ആണല്ലേ. അപ്പൊ അൻഷാദ് നമ്മുടെ അവോധയെ കുറിച്ച് എങ്ങനെയാണ് ആദ്യമായിട്ട് അറിഞ്ഞത്? ഞാൻ അവോധയെ കുറിച്ചാണ് എനിക്ക് വാട്സപ്പിൽ ഒരു ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നതാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ പിന്നെ ഞാൻ നെറ്റിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോഴാണ് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റിയത്. അങ്ങനെയാണ് അതിൽ ജോയിൻ ചെയ്തത്. അങ്ങനെ ആയിരുന്നല്ലേ. അപ്പൊ തുടക്കത്തിൽ ആ, 2800 എന്നുള്ള ഒരു പ്രൈസ് കേട്ടപ്പോ അൻഷാദിന് ആദ്യമായിട്ട് എന്താ തോന്നിയത്? ഞാനും വിചാരിച്ചപ്പോ പ്രാക്ടിക്കൽ തന്നെ നോക്കിയപ്പോ നിങ്ങൾ ജോലി തന്നതിന് ശേഷം ബാക്കി ഫണ്ട് കൊടുത്താൽ മതി, ഫസ്റ്റ് ഇത്ര രൂപ അടച്ചാൽ മതി, അങ്ങനെ ഒരു എനിക്ക് ട്രസ്റ്റ് ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ പിന്നെ അതിൽ പഠിച്ച ആളുകളുടെ രണ്ടുമൂന്ന് പേരുണ്ടായിരുന്നു, അവരുടെ നിന്ന് തിരക്കിയപ്പോഴും അവരും പറഞ്ഞത് കുഴപ്പമില്ല, ഒരു കറക്റ്റ് ആണ്, സർട്ടിഫിക്കറ്റ് ഒക്കെ കറക്റ്റ് കിട്ടുന്നുണ്ട്, ഓക്കെ ആണെന്ന് പറഞ്ഞിരുന്നു. അൻഷാദ് ഇപ്പൊ കറന്റ്ലി വർക്ക് ചെയ്യുന്ന കമ്പനി ഏതാണ്? ഞാൻ മേപ്പഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. ഇന്റേൺഷിപ്പ് ചെയ്യാണ് അല്ലെ. എങ്ങനെയുണ്ട് കമ്പനി ലൈഫ് ഒക്കെ? അടിപൊളിയാണോ? ആ കുഴപ്പമില്ല, വർക്ക് അറ്റ് ഹോം ആണ്, ഓക്കെ ആണ്. ഓക്കെ ആണല്ലേ. ഒരു ഫ്രഷർ എന്ന രീതിയിൽ ഒരു കമ്പനിയിൽ കയറിയപ്പോ കുറെ തുടക്കത്തിലൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇങ്ങനെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? അപ്പൊ എങ്ങനെയാണ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ടീവ് ആണോ? കമ്പനി സപ്പോർട്ടാണ്. അവരിപ്പം ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് പറഞ്ഞു തരും. അപ്പൊ അത് ഇന്ന രീതിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു തരും. അവര് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹാപ്പി ആണോ അപ്പോ? ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. കുഴപ്പമൊന്നുമില്ല അല്ലെ. ഓൾറെഡി പറഞ്ഞല്ലോ, ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നോ ക്ലാസ് എടുക്കുന്ന സമയത്ത്? ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അത് മെന്റേഴ്സിന്റെ അടുത്ത് തന്നെ ചോദിക്കുമ്പോൾ അവര് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. നന്നായിട്ട് ക്ലിയർ ചെയ്തായിരുന്നു അല്ലെ. അവര് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ജാബ് സെക്ഷൻ ഒക്കെ? ഞാൻ ജാബ് സെക്ഷൻ അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ അല്ലാതെ എന്റെ എന്നെ ഇതിലോട്ട് വന്ന ഒരു കോർഡിനേറ്റർ ഉണ്ടല്ലോ നിങ്ങളെ, ആ ആളിങ്ങനെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു, കമ്പനി കോഡ്. അങ്ങനെ കോഡ് എടുത്ത് ഞാൻ ചോദിച്ചപ്പം എന്നെ ഇങ്ങോട്ട് തന്നെ വിളിക്കുക ചെയ്തത്. ജാപ്പിൽ നിന്ന് തന്നെ അറ്റൻഡ് ചെയ്യാതെ തന്നെ അവിടെ അവോധയിൽ നിന്ന് തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഇതുപോലെ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുക ചെയ്തത്. അങ്ങനെ ഞാൻ കയറിയത്, ഞാൻ ജാപ്പ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. നീഡ് ഹെൽപ്പ് ആ സെക്ഷനിലൊക്കെ കയറാറുണ്ടായിരുന്നു? അവളിലേക്ക് കയറുണ്ടായിരുന്നു. അതിൽ തന്നെയാണ് കംപ്ലൈന്റ്സ് ഒക്കെ എന്തെങ്കിലും വരുന്നെങ്കിൽ അതിൽ തന്നെയാണ് പറയുന്നത്. അപ്പൊ ഒരു ടൈം പറഞ്ഞാൽ ആ ടൈമിനുള്ളിൽ തന്നെ അവർ ക്ലിയർ ചെയ്ത് തരും. വേഗം തന്നായിരുന്നു അല്ലേ. ആ ഓക്കെ ഓക്കെ. പിന്നെ മോക്ക് ഇന്റർവ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ എങ്ങനെ ഇന്റർവ്യൂ ഒക്കെ ഡിഫിക്കൽട്ടി ആയിരുന്നോ? ഡയറക്റ്റ് എച്ച് ആർ വിളിക്കുക. ഇല്ല ഇല്ല, ഡയറക്റ്റ് എച്ച് ആറിനെ വിളിച്ച് ചോദിക്കുക ചെയ്തത്. ഓൾറെഡി ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ വർക്ക് ചെയ്യാനും സപ്പോർട്ടബിൾ ആണോ നമ്മൾ പഠിച്ച തന്നെ. കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനുള്ള? പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ബുദ്ധിമുട്ടൊന്നും ഇല്ല വർക്ക് ചെയ്യുന്നതിൽ? ഇല്ല ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല, വർക്കിന്റെ കേസിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ ഓക്കെ. ഇപ്പൊ എനിക്ക് അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, അൻഷാദിനോട് ഒരാൾ ചോദിക്കുകയാണ്, എനിക്ക് ഓട്ടോകാഡ് 3D Max പറ്റുന്ന ഒരു കോഴ്സ് പഠിക്കണം, അപ്പൊ അൻഷാദ് എന്നാ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുക? ഞാൻ പറയുന്നത് ഇതിൽ ചെയ്യാനേ പറയുന്നുള്ളൂ. അതായത് കോസ്റ്റ് വലിയ റേറ്റും ആവുന്നില്ല, അത് മാത്രമല്ല ട്രസ്റ്റഡ് ആണ്. നമുക്ക് ജോലി കിട്ടിയതിനു ശേഷം മാത്രം ബാക്കി പൈസ കൊടുത്താൽ മതി. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ട്രസ്റ്റഡ് ആണ്, സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഇതേ ഇത് ചെയ്യുള്ളൂ. അവർക്ക് ഓൺലൈനായിട്ട് അത് റെക്കോർഡ് ക്ലാസ് കേട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ഇതേ സജസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ. ഇനി അവസാനമായിട്ട്, നമ്മളിപ്പോ ഓൾറെഡി നമ്മുടെ അവബോധയിൽ പഠിക്കുന്നവരും പിന്നെ ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും കുറെ പേരുണ്ട്. അവരോട് നമ്മുടെ അൻഷാദിന് എന്താണ് പറയാനുള്ളത്? നല്ലൊരു പ്ലാറ്റ്ഫോം ആണ്. നമ്മുടെ ടൈമിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ വേറൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ആ വർക്കിനിടയിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. വലിയ എമൗണ്ട് ആവുന്നില്ല, ട്രസ്റ്റഡ് ആണ്, നല്ല സർട്ടിഫിക്കേഷനും ഉണ്ട്. അപ്പം എന്തുകൊണ്ടൊരു ഓൾറൗണ്ടർ പാക്കേജ് ആണ്. ഓക്കെ അൻഷാദ്, താങ്ക് യു ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിൽ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, വെൽക്കം.